സീതാറാം യെച്ചൂരിയുടെ ഓർമ്മകളിലാണ് രാജ്യം. യെച്ചൂരിയുടെ വേർപാടിലൂടെ ഒരു കാലഘട്ടത്തിനാണ് വിരാമമാകുന്നത്. 50 വർഷം നീണ്ട നേർമയാർന്ന ഒരു രാഷ്ട്രീയ ജീവിതം. 1974 SFI അംഗമാകുന്നു. 2024 അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി മടക്കം. 50 വർഷം നീണ്ട ഒരു രാഷ്ട്രീയ ജീവിതം. ആ ചരിത്രമാണ് അദ്ദേഹം ബാക്കി വച്ചിരിക്കുന്നത്. പ്രിയ സഖാവ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയാലും ആ ഓർമ്മകൾ ഏത് കെട്ടകാലത്തിലും നമുക്ക് വെളിച്ചമാകും. പോരാട്ടങ്ങൾ അവസാനിക്കുന്നതേയില്ല. അതുപോലെ തന്നെയാണ് പോരാളിയുടെ ജീവിതവും. ആ ജീവിതത്തിന് അവസാനമില്ല. ഓർമ്മകളിലൂടെ ആയിരക്കണക്കാന ലക്ഷക്കണക്കാന മനുഷ്യരിലൂടെ ആ ജീവിതം ഇനിയും ബാക്കിയുണ്ടാകും. ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് വസന്തകുഞ്ചിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ AKG ഭവനിലെ പൊതുദർശനത്തിന് ശേഷം എയിംസിന് കൈമാറും. കേരളത്തിൽ CPIM 3 ദിവസത്തെ ദുഃഖാചരണത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയ തട്ടകമായ രാജ്യതലസ്ഥാനത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഏറ്റവും സങ്കടകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. വിഷ്ണു, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നേർമയാർന്ന, തെളിമയാർന്ന, സൗമ്യമായ ഒരു കാലഘട്ടത്തിനാണ് അവസാനമാകുന്നത്. സൗമ്യതയായിരുന്നു മുഖമുദ്ര യെച്ചൂരിയുടെ. പക്ഷേ അടിയുറച്ച പ്രത്യയശാസ്ത്ര നിലപാട്, അടിയുറച്ച രാഷ്ട്രീയ ബോധ്യം. ഒരുപക്ഷെ ഇതുപോലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഇന്ത്യ സമീപകാലത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവിനെ തന്നെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ മാസം 19-നായിരുന്നു അദ്ദേഹത്തെ ദില്ലി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം ആ ഒരു അണുബാധ മൂർച്ഛിക്കുകയും ആരോഗ്യനില അതീവ ഗുരുതരമാക്കുകയും ചെയ്ത സാഹചര്യമായിരുന്നു. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. ഏതായാലും പാർട്ടിയെ സംബന്ധിച്ച് വലിയ തീരാ നഷ്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും ദിശാബോധത്തോടു കൂടി പാർട്ടിയെ നയിച്ച ഒരു നേതാവ് ആണ് സീതാറാം യെച്ചൂരി. ഇന്ന് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം വസതിയിലേക്ക് കൊണ്ടുപോകും എന്നതാണ് പാർട്ടി തീരുമാനം. നിലവിൽ സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം ദില്ലി എയിംസിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ എംബാം ചെയ്ത് മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് വൈകിട്ട് 6 മണിക്ക് സീതാറാം യെച്ചൂരിയുടെ വസതിയായിട്ടുള്ള വസന്ത് കുഞ്ചിലേക്ക് കൊണ്ടുപോകും. ഇന്ന് അവിടെയായിരിക്കും മൃതദേഹം ഉണ്ടാവുക. നാളെ പാർട്ടി ആസ്ഥാനത്ത്, അതായത് ഗോൾ മാർക്കറ്റിലെ AKG സെൻറ്ററിൽ നാളെ പൊതുദർശനമുണ്ടാകും. അത് നാളെ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയായിരിക്കും നാളത്തെ പൊതുദർശന ചടങ്ങുകൾ അല്ലെങ്കിൽ പരിപാടികൾ നടക്കുക. അതിനുശേഷം വിലാപയാത്രയായി എയിംസിലേക്ക് പോകാനായിട്ടാണ് തീരുമാനം. യെച്ചൂരിയുടെ തന്നെ ഒരു ആഗ്രഹപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ദില്ലി എയിംസിന് കൈമാറുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ നിരവധി നേതാക്കൾ ദില്ലിയിലേക്ക് എത്തുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി നേതാക്കളൊക്കെ തന്നെ ദില്ലിയിലേക്ക് എത്തുമെന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിൽ നിന്നടക്കം എല്ലാ നേതാക്കളും, മുഖ്യമന്ത്രി അടക്കം ദില്ലിയിലേക്ക് ഇന്ന് വൈകിട്ടോടുകൂടി എത്തിച്ചേരും. കാരണം എല്ലാവർക്കും അത്രത്തോളം പ്രിയപ്പെട്ട ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. എപ്പോഴും സൗമ്യനായി നടക്കുന്ന, ചിരിച്ച മുഖത്തോടു കൂടി നടക്കുന്ന ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹം രാഷ്ട്രീയം തുടങ്ങുന്നത് തന്നെ, ആ ഒരു രാഷ്ട്രീയ ജീവിതം, പോരാട്ട ജീവിതം തുടങ്ങുന്നത് തന്നെ JNUവിൽ നിന്നുകൊണ്ടാണ്. ആ സമയത്താണ് അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ പോകേണ്ടി വന്നു. അപ്പോൾ അത്രത്തോളം സമര തീക്ഷ്ണതയിലൂടെ വളർന്നു വന്ന ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സീതാറാം യെച്ചൂരി. പിന്നീട് അദ്ദേഹം ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് വരുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗമാകുന്നു. 1992 പോളിറ്റ് ബ്യൂറോ അംഗമാകുന്നത്. അത്തരത്തിൽ നീണ്ട 32 വർഷം പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടാണ് സീതാറാം യെച്ചൂരി അംഗമായിരുന്നു. ഇതിനു പുറമെ അദ്ദേഹം
പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് 2015-ലാണ്. 2015-ലെ 21-ാം പാർട്ടി കോൺഗ്രസ്സിലാണ് സീതാറാം യെച്ചൂരി ആദ്യമായി CPIM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. അവിടെ നിന്നും തുടർച്ചയായിട്ട് 3 ടേമിലും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു മരണം സംഭവിക്കുമ്പോൾ അത് പാർട്ടിയെ സംബന്ധിച്ചും വലിയൊരു നിർണായക ഘട്ടത്തിലാണ് ഈ ഒരു വിയോഗം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ച ഒരു ഘട്ടമാണ്. ഏപ്രിലാണ് പാർട്ടി കോൺഗ്രസ് നടക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള പാർട്ടി സമ്മേളനങ്ങൾക്ക് ഇപ്പോൾ തുടക്കമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ സീതാറാം യെച്ചൂരിയുടെ വിയോഗം എന്ന് പറയുന്നത് പാർട്ടിക്കും അങ്ങേ അറ്റത്തെ അല്ലെങ്കിൽ ഒരു തീരാ നഷ്ടം, വിടവ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്നലെ മുതൽ തന്നെ നേതാക്കളൊക്കെ ഒരു അനുശോചനം അറിയിക്കുന്നുണ്ട്. അത് പാർട്ടി ഭേദമന്യേയാണ് സീതാറാം യെച്ചൂരിക്ക് അത്തരത്തിലൊരു അനുശോചനം രേഖപ്പെടുത്തുന്നത്. കാരണം സീതാറാം യെച്ചൂരിയുടെ എക്കാലത്തെയും പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നതാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു നേതാവ്. അതിൽ തന്നെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ, മതേതരത്വം സംരക്ഷിച്ച് പിടിക്കുന്നതിനടക്കമുള്ള നിലപാടുകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ ഭേദമന്യേ തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തിന് ഒരു അനുശോചനം രേഖപ്പെടുത്തുന്ന സാഹചര്യമുള്ളത്. ഇന്നലെ തന്നെ ദില്ലിയിലെ പാർട്ടി ആസ്ഥാനത്തേക്ക് CPI ജനറൽ സെക്രട്ടറി D രാജ, ആനി രാജ ഉൾപ്പെടെയുള്ളവരും ആം ആദ്മി പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമൊക്കെ തന്നെ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തി ഒരു അനുശോചനം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ അനുശോചനം രേഖപ്പെടുത്തിയതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയത്തിലെ അതികായൻ എന്ന് തന്നെ നമുക്ക് യെച്ചൂരിയെ പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങളും നമ്മളെപ്പോഴും എടുത്തു പറയുന്നതാണ്. കാരണം 2005-ൽ UPA സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് സീതാറാം യെച്ചൂരി രാജ്യസഭ അംഗമാകുന്നത്. 2 ടേമാണ് അദ്ദേഹം പൂർത്തീകരിച്ചത്. പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനപ്പുറത്തേക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഏറ്റവും സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു. ഏറ്റവും ആദരിക്കുന്ന, ഏറ്റവും ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ സീതാറാം യെച്ചൂരിയെ വിലയിരുത്തേണ്ടി വരും. നമ്മളൊക്കെ ഈ പ്രായോഗിക രാഷ്ട്രീയം എന്ന് പലപ്പോഴും പറയാറുണ്ട്. ആ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള വക്താക്കളിൽ ഒരാൾ, അതായത് ഇപ്പോൾ നമുക്ക് ഇന്ത്യ മുന്നണി തന്നെ എടുക്കാം. ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിൽ ഏറ്റവും നിർണായകമായത്, അതിൻ്റെ തീരുമാനങ്ങളിൽ ഏറ്റവും നിർണായകമാകുന്നത് സീതാറാം യെച്ചൂരിയുടെ വാക്കുകളായിരുന്നു. വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള രാഷ്ട്രീയ കക്ഷികളെ ഒരുമിച്ച് ഒരൊറ്റ നൂലിൽ കോർത്ത് കൊണ്ടുപോകുന്നതിനുള്ള അസാധ്യമായ കഴിവ്, അതാണ് ഞാൻ ആ രാഷ്ട്രീയ സൗന്ദര്യം എന്ന് വിശേഷിപ്പിച്ചത്. ഒപ്പം തന്നെ UPA സർക്കാരിൻ്റെ രൂപീകരണ സമയത്താണെങ്കിലും, ഒന്നാം UPA സർക്കാരിൻ്റെ രൂപീകരണ സമയത്ത് ആ കോർഡിനേഷൻ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്തമായ ആശയങ്ങളുള്ളവരുണ്ട്, അവരെ ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതിൽ കാണിച്ച ഒരു മിടുക്ക്, ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. അദ്ദേഹത്തിന് ഈ സമാനതകളില്ലാത്ത ആദരവ് നൽകാൻ അല്ലെങ്കിൽ പിടിച്ചുപറ്റാൻ കഴിഞ്ഞതും അത്തരത്തിലുള്ള ആ ഒരു വലിയ കഴിവ് കൊണ്ട് തന്നെയായിരിക്കാം. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ആ സവിശേഷതകൾ തന്നെയാണ് സീതാറാം യെച്ചൂരിയെ എപ്പോഴും ഒരു വേറിട്ട നേതാവാക്കി നിർത്തുന്നത്. ഇപ്പോൾ മനു സൂചിപ്പിച്ച പോലെ ഇന്ത്യ മുന്നണിയെ കെട്ടിപ്പടുക്കുന്നതിലായാലും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പങ്കുവഹിച്ചത് സീതാറാം യെച്ചൂരി തന്നെയാണ്. കാരണം സീതാറാം യെച്ചൂരി എപ്പോഴും കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണങ്ങളോടുകൂടി സംസാരിക്കുന്ന ഒരു നേതാവാണ്. അത് നമ്മൾ പല ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള നിരവധി സംഭവ വികാസങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഓരോ കാര്യത്തിലും കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ, ദീർഘവീക്ഷണം എല്ലാം തന്നെ യെച്ചൂരിക്കുണ്ടായിരുന്നു. അത്തരത്തിലാണ് ഈ ഒരു ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം എന്ന് പറയുന്നത് പോലും. അതോടൊപ്പം നേരത്തെ മനു തന്നെ പറഞ്ഞ ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലായാൽ പോലും പൊതു മിനിമം പരിപാടി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലൂന്നി തൻ്റെ കന്നി പ്രസംഗം വളരെ അധികം
ഒരു ശ്രദ്ധയോടുകൂടി നടത്തി വളരെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. അതിനുശേഷം പാർലമെൻറ്റിൽ നിരവധി ഇടപെടലുകൾ ഒന്നാം UPA സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഓരോ ചെറിയ വീഴ്ചകളെ പോലും അതിനിശ്ചിതമായി തന്നെ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ വിമർശിക്കാനും അദ്ദേഹം ഒട്ടും മടി കാണിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു നിലപാട് ഊന്നിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി പാർലമെൻറ്റിലെ ആ ഒരു പ്രവർത്തനം ഇടപെടലുകളൊക്കെ തന്നെ നടത്തിയിരുന്നത്. അതോടൊപ്പമാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ വിടവാങ്ങൽ പ്രസംഗം 2017 ആ ഒരു വിടവാങ്ങൽ പ്രസംഗമൊക്കെ തന്നെ വളരെയധികം ഇപ്പോൾ ആളുകളൊക്കെ തന്നെ കാണുന്ന ഒരു പ്രസംഗമാണ്. കാരണം അത്രത്തോളം പ്രസക്തമാണ് സീതാറാം യെച്ചൂരിയുടെ ഈ ഒരു രാജ്യസഭയിലെ പ്രസംഗങ്ങൾ കേൾക്കാൻ എല്ലാവരും അന്നത്തെ ഭരണപക്ഷ നേതാക്കളായാൽ പോലും കാതോർത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയാൽ പോലും യെച്ചൂരി സംസാരിക്കുമ്പോൾ സഭയിലേക്ക് അദ്ദേഹം പറയുന്നത് ഒക്കെ കേൾക്കാൻ എത്തുമായിരുന്നു. അപ്പോൾ അത്രത്തോളം കൃത്യമായിട്ട് നിലപാടുകൾ ദീർഘവീക്ഷണമൊക്കെ പറയുന്ന ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. അതുകൊണ്ടുകൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീതാറാം യെച്ചൂരി വളരെ വ്യത്യസ്തനായി തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ഈ ഒരു ബന്ധങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനം സീതാറാം യെച്ചൂരി എപ്പോഴും സ്വീകരിച്ചിരുന്നു. മറ്റ് പാർട്ടി നേതാക്കളുമായാൽ പോലും വലിയ തലത്തിലുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ സീതാറാം യെച്ചൂരിക്ക് കഴിഞ്ഞിരുന്നു. കോൺഗ്രസ് നേതാക്കളായാലും സമാജ്വാദി ഏത് പാർട്ടിയെ നേതാക്കളായാലും അവരോടൊക്കെ തന്നെ വലിയ തലത്തിലൊരു സൗഹൃദം സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന നേതാവാണ് സീതാറാം യെച്ചൂരി എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കുന്നതിലൊക്കെ സീതാറാം യെച്ചൂരിക്ക് നിർണായകമായിട്ടൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ സീതാറാം യെച്ചൂരിയുടെ ഒരു വിയോഗം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ പ്രത്യേകിച്ച് മതേതരത്വ കാത്തുസൂക്ഷിക്കുന്നതിനായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിനായാലും ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു നഷ്ടം തന്നെയാണ് മനു.